ഹലോ, അങ്ങനെ 2025 ലാസ്റ്റ് ഷിഫ്റ്റ് ഫിനിഷ് ചെയ്തിട്ട് വരുന്ന വരെ കേട്ടോ. ലാസ്റ്റ് ഷിഫ്റ്റ് ആയതുകൊണ്ടാണോ എന്നറിയത്തില്ല. ഹൊറിബിൾ നൈറ്റ് ആയിരുന്നു. ശരിക്കും ഞാൻ സർജറി ഐസിയില്ല, കാർഡിയക് സർജറി ഐസിയില്ല. അപ്പോൾ വീക്കെൻഡ് ആയതുകൊണ്ടും ക്രിസ്മസ് അങ്ങനെ റിലേറ്റഡ് ഹോളിഡേ ആയതുകൊണ്ട് കേസ് കുറവായിരുന്നു. അതുകൊണ്ട് പേഷ്യൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നൈറ്റിൽ ഒരു 11 മണിയായപ്പം വേറെ ഫ്ലോറിലേക്ക് ഫ്ലോട്ട് ചെയ്തു. അറിയാമല്ലോ, ഓൾറെഡി നമ്മുടെ പേഷ്യൻറ്റിനെ ഒന്ന് സെറ്റ് ചെയ്തൊന്ന് റിലാക്സ് ചെയ്യാമെന്ന് വിചാരിക്കുന്ന ഒരു സമയം. അപ്പം ശരിക്കും ബേസ്ഡ് ഓൺ സീനിയോറിറ്റിയാണ് ഇവിടെ ഫ്ലോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാനാണ് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇപ്പോൾ ഉള്ളതിൽ ലാസ്റ്റ് ജോയിൻ ചെയ്ത ആൾ. അങ്ങനെ എനിക്കായിരുന്നു ലക്ക് വന്നത്. അങ്ങനെ വേറൊരു ഫ്ലോറിലേക്ക് പോയി. അവിടെ ചെന്നപ്പോഴാണെങ്കിൽ അയ്യോ, ഇതുവരെ ഫേസ് ചെയ്യാത്ത രീതിയിലുള്ള കാര്യങ്ങളായിരുന്നു അവിടെ. പിന്നെ ഞാനിങ്ങനെ ലാസ്റ്റ് നൈറ്റ് ആണല്ലോ എന്നുള്ളൊരു പ്രതീക്ഷയിൽ എങ്ങനെയൊക്കെയോ അങ്ങ് തീർത്തു. എന്നോട് മുന്നേ ഒക്കെ എല്ലാവരും ചോദിച്ചിട്ടുണ്ട്, ഇവിടെ റേസിസോ ഒക്കെ ഫേസ് ചെയ്യുമോ നമ്മൾ വർക്ക് പ്ലേസിൽ നിന്നൊക്കെ. ശരിക്കും സ്റ്റാഫിൻ്റെ ഇടയ്ക്ക് ഇത് വരെ അങ്ങനെ ഫേസ് ചെയ്തിട്ടില്ല കേട്ടോ. പക്ഷേ ഇന്നലെ ഇയർ എൻഡ് ആയതുകൊണ്ടാണോ എന്നറിയത്തില്ല, ചിലപ്പോൾ എന്നെ കൂടുതൽ ഇതുപോലെ നമ്മൾ ഇനിയും എക്സ്പീരിയൻസ് ചെയ്തേക്കാമെന്ന് വിചാരിച്ച് ചിലപ്പോൾ എനിക്കൊരു എന്താ പറയുക, എന്നെ ഒന്ന് ഡീസെൻസിറ്റൈസ് ചെയ്യാൻ വേണ്ടി ഒരു എക്സ്പീരിയൻസ് തന്നായിരിക്കും. അവിടെ ചെന്നപ്പോൾ ഞാൻ റിപ്പോർട്ട് എടുത്തപ്പോൾ തന്നെ എനിക്ക് റിപ്പോർട്ട് തന്നാൽ അതൊരു വെള്ളക്കരി കൊച്ചാട്ടോ. അതെന്നോട് പറഞ്ഞു, ഈ പുള്ളിക്കാരൻ ഇച്ചിരി റേസിസ്റ്റാണ്, നിങ്ങളോട് വേണേൽ പറയും ഗോ ബാക്ക് ടു യുവർ കൺട്രി എന്ന്. ഞാൻ ഓർത്ത് ഇങ്ങനെയൊക്കെ പറയുമോ? എന്തായാലും പറഞ്ഞ പോലെ തന്നെയായിരുന്നു. ആ പേഷ്യൻ്റെ അടുത്ത് ചെന്നപ്പോഴേ അയാൾ കുറച്ച് എന്തോ എവിടെയോ പ്രശ്നമുണ്ട് കേട്ടോ. അതുകൊണ്ടാണോ എന്നറിയത്തില്ല. ന്യൂറോളജിക്കലി ഇൻടാക്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ ആണ്, അല്ലെങ്കിൽ ചോദിച്ചാൽ അല്ല, അങ്ങനെ എടുത്ത്. അപ്പം അതിനോട് പറയുക, ഞാനും വേറൊരു ഫിലിപ്പിനോ കൊച്ചും കൂടെയാണ് ഹെൽപ്പ് ചെയ്യാൻ പോയത്. അപ്പം ആ പുള്ളി ചോദിക്കും കേട്ടോ, നിങ്ങൾ ഏത് റെഫ്യൂജി ക്യാമ്പിൽ നിന്നാണ് വരുന്നതെന്ന്. അവളിപ്പോൾ ചിരിച്ചുകൊണ്ട് ഒന്നും പറഞ്ഞില്ല, അവൾക്ക് ഓൾറെഡി എക്സ്പീരിയൻസ് ഉള്ളതാണ് ആ പുള്ളിനെ, അതുകൊണ്ടായിരിക്കാം. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ റെഫ്യൂജി ക്യാമ്പിൽ നിന്നല്ല വന്നേ, ഞാൻ ഇന്ത്യയിൽ നിന്ന് തന്നെ വന്നേ. അപ്പോൾ ഞാൻ പറഞ്ഞു, ചുമ്മാ ഒന്നും പോകാൻ പറ്റത്തില്ല, ഞങ്ങൾ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ഇവിടെ വരെ ഒന്ന് എത്തിയത്, അതുകൊണ്ട് അങ്ങനെ പെട്ടെന്നൊന്നും പോകത്തില്ല. ഇനിയിപ്പോൾ ഞാൻ പെട്ടെന്ന് വല്ല നാട്ടിലുള്ള വല്ല പോകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇനി എനിക്ക് കുറച്ച് മണിയൊക്കെ ട്രാൻസ്ഫർ ചെയ്താൽ ഞാനൊന്ന് പോയിട്ട് വരാം, അങ്ങനെ ഞാൻ പറഞ്ഞു കേട്ടോ. എന്തൊക്കെയാണേലും നൈറ്റ് കഴിഞ്ഞു കേട്ടോ. അപ്പം നിങ്ങൾ ഇങ്ങനത്തെ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടോ? ഞാൻ കാനഡയിൽ വന്നിട്ട് എനിക്ക് ആദ്യമായിട്ടോ ഇങ്ങനെയൊക്കെ. ചിലപ്പം ഇനി അങ്ങോട്ട് ഇത് കൂടുമായിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്, അറിയത്തില്ല. പക്ഷേ എല്ലാവരും ഇങ്ങനെയൊന്നും അല്ല കേട്ടോ. ഒത്തിരി നല്ല മനുഷ്യരുണ്ട് കൂടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫാണെങ്കിലും പേഷ്യൻസ് ആണെങ്കിലും. ഒരു 99% ആൾക്കാരും ഓക്കെയാണ്. ഇതുപോലെ ഇടയ്ക്ക് 1-2 പേര് കാണുമായിരിക്കും കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇങ്ങനത്തെ എക്സ്പീരിയൻസ് വല്ലതും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യണം കേട്ടോ. അതുപോലെ ഇനിയും ചിലപ്പം ഇതൊക്കെ നമ്മൾ ഫേസ് ചെയ്തേക്കാം, അതുകൊണ്ടാട്ടോ ഞാനിങ്ങനെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തേ. അങ്ങനെ എന്താണേലും നൈറ്റ് കഴിഞ്ഞു, മൊത്തത്തിൽ ഹാപ്പിയാണ്, ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ.